നേതാക്കന്മാർ രാവിലെ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചാണെന്നാണ് പറഞ്ഞത്. ഞാൻ ആരോടും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല. ആരെയും ഞാൻ ഇങ്ങോട്ട് നിർബന്ധപൂർവ്വം ക്ഷണിച്ചിട്ടില്ല. എനിക്ക് മാണി സാറിനെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാണി സാറിൻ്റെ അടുത്ത് ബൊക്ക വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പത്രത്തിൽ കൊടുത്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല, ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല. അപ്പോൾ ഇത്ര ആളുകൾ വന്നിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. മോൻസ് പറഞ്ഞൊരു കാര്യം, താങ്കൾ പോയതോടുകൂടി പാലായിലുള്ള പല ജോസഫ് ഗ്രൂപ്പിലെ ആളുകളും ഇപ്പോൾ പ്രവർത്തിക്കാൻ തയ്യാറായി സജീവമായിട്ട് വന്നിട്ടുണ്ട്. താങ്കൾ പലരുടെയും മുകളിൽ കയറി നിന്നുകൊണ്ടാണ് അങ്ങനെ അവർ ഇറങ്ങാതിരുന്നതെന്ന് പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞതിൽ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ആരുടെ മുകളിലാണ് കയറുന്നതെന്ന്. പുള്ളി പലയിടത്തും മേളിൽ കയറി നിന്നിട്ടുണ്ട്. അതിൻ്റെ പുള്ളി അനുഭവിച്ചിട്ടുണ്ട്. മേളിൽ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുള്ളി അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആരുടെ മേളിൽ കയറി കിടക്കാനും ഇരിക്കാനും പോയിട്ടില്ല. അതെനിക്ക് മറുപടി ഉള്ളൂ. ഈ കൂടുതൽ ആളുകൾ സജിയുടെ കൂട്ടത്തിൽ കൂടുന്നത് പോലെ തോന്നുന്നു. ഇന്ന് കൂടുതൽ ആളുകൾ വരുന്നത് ഞാൻ പറയാം, ആളെ കൂട്ടി ആളെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാളോട് പോലും ഞാൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളോട് പോലും ഞാൻ പറഞ്ഞില്ല നമുക്കൊരു മീറ്റിംഗ് കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇതിനകത്ത് അനീതിയാണ് കാണിക്കുന്നതെങ്കിൽ എൻ്റെ കൂടെ ആരും കാണില്ല. എനിക്കിതിനകത്ത് പാർട്ടി ഇപ്പം ഇതിനകത്തുള്ള ആരെയും ഭാരവാഹികൾ ഇറങ്ങി വന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ ഒന്നും ആരോടും ഞാൻ ഭീഷണിപ്പെടുത്താനോ ഒന്നും പോകില്ല. ആരെയും ഞാൻ ശല്യം ചെയ്യാനും പോകില്ല. പക്ഷെ എൻ്റെ നിലപാട് എന്തിന് ഞാൻ ഈ ഒരു തീരുമാനം വേദനയോടുകൂടി തീരുമാനം എടുത്തു എന്നുള്ളത് പൊതുജനം അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇറങ്ങിയത്. അല്ല, അത്തരത്തിലൊന്നും ഞാൻ തീരുമാനിച്ചു. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നു. എനിക്ക് മാനസികമായി താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ രാജിവെച്ചു. അത് വരും കാലങ്ങളിൽ ഞാനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ആലോചിച്ച്, നമ്മുടെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ആലോചിച്ച് വേണമെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് അപ്പോൾ കടന്നു. ഇപ്പോൾ മാണി സാറിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ഇന്നിപ്പോൾ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. മാണി ഗ്രൂപ്പിലേക്ക് തന്നെയാണോ? അല്ല, പറയാം. ഇന്നലെ മാണി സാറിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ കാരണം ഞാൻ പറയാം. ഞാൻ ആ പത്രസമ്മേളനം നടത്താൻ പോകുന്നതിന് അന്ന് എടുക്കണമെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് എടുക്കാൻ ഞാൻ വിട്ടുപോയി. ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പണം മുടക്കി വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ പെരയ്ക്കകത്ത് ഇരിക്കുന്ന ഫോട്ടോ ആയിരുന്നു. കഴിഞ്ഞ ആവശ്യം മാണി സാറിൻ്റെ ചടങ്ങിന് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വെച്ചു. അത് എനിക്ക് എടുക്കാൻ വിട്ടുപോയി. ആ എടുത്തുകൊണ്ട് പോകാനുള്ള കാരണോട് പറയാം. കേരള കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ മാണി സാറ് മരണശേഷം പിളർന്നു. CF സാറ് ജീവിച്ചിരിപ്പുണ്ട്. അന്ന് നിങ്ങൾ ആ പാർട്ടി ഓഫീസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ PJ സാറിൻ്റെ പടം വലുതായിട്ട് വേണം. തൊട്ടപ്പുറം മാണി സാറിൻ്റെയും CF സാറിൻ്റെയും പടം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ബോർഡ് ഫ്ലെക്സ് എടുത്ത് മാറ്റിയപ്പോൾ പാലായിലെ ചില വൃത്തികെട്ടവന്മാർ കാണിച്ച പണി അന്ന് എനിക്കുണ്ടായ ഫീലിംഗ് ഉണ്ടായി. അന്ന് ആ മാണി സാറിൻ്റെയും CF സാറിൻ്റെയും പടം മാറ്റി പിന്നെ ജോസഫ് സാറിൻ്റെ പടം മാത്രമാക്കി. ഞങ്ങൾക്കൊരു വിരോധം. ജോസഫ് സാറിൻ്റെ പടം വേണമല്ലോ. ജോസഫ് സാറിനെ നേതാവായി CF തോമസ് സാറ് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹമാണ് നമ്മുടെ നേതാവ്. അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന് നിന്നവരാ. അല്ല, ഞാൻ ജോസഫ് ഗ്രൂപ്പുകാരനായിട്ട് വന്ന് നിന്നതല്ല. അല്ല, പറയട്ടെ. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് ആ പാർട്ടി ഓഫീസിനകത്ത് ഫ്ലക്സ് ബോർഡ് ഉണ്ടായിരുന്നു. അവത്തേലും മാണി സാറിൻ്റെയും CF ഞങ്ങളെല്ലാം പടം ഉണ്ടായിരുന്നു. ജോണി നെല്ലൂർ പോയപ്പോൾ ജോണി നെല്ലൂരിൻ്റെ പടം മാറ്റാനെന്ന് പറഞ്ഞാൽ മൊത്തം പടം മാറ്റി. കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരുടെയും പടം വെക്കണ്ട. പക്ഷേ PJ ജോസഫ് സാറിൻ്റെ വലുതായിട്ടും ആ സൈഡിൽ KM മാണി സാറിൻ്റെയും CF സാറിൻ്റെയും പടം വെക്കാൻ മര്യാദ കാണിക്കാത്ത വൃത്തികെട്ടവന്മാരെ കുറേ കാലമായിട്ട് തുടങ്ങി പണിയാ. അവശിഷ്ട മാണിക്കാരെന്ന ചിലവന്മാർ വിശേഷിപ്പിച്ച് ഞങ്ങൾ അവശിഷ്ട മാണിക്കാരായിട്ട് തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ആരെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ തുടരട്ടെ. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ KM മാണി സാറിൻ്റെ ഉറ്റ അനുയായിയായിരുന്നു. മാണി സാറിന് മാത്രം മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഒരാൾക്കും വേറെ മുദ്രാവാക്യം വിളിച്ചു. പക്ഷേ PJ ജോസഫ് സാർ പാർട്ടിയിൽ ജയിച്ചപ്പോൾ അദ്ദേഹത്തെ എനിക്കിഷ്ടമായിരുന്നു. അദ്ദേഹം മാത്രമല്ല UDF നിൽക്കുന്നു. മറ്റുള്ള ആളുകൾ LDF പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ CF തോമസ് സാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ UDF നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ എക്കടെ UDF നിന്നു. അങ്ങനെ മാണി സാറിൻ്റെയും കൂടെ പാർട്ടിയായിട്ടാണ് ഞാനിതിനെ കണ്ടത്. പക്ഷേ ഇപ്പോൾ അത് ജോസഫ് സാറിൻ്റെ പാർട്ടിയായി കൂടി ഇപ്പോൾ മോൻസിൻ്റെ പാർട്ടി, മോൻസ് ഗ്രൂപ്പായി ഇത് അതപ്പതിച്ചപ്പോൾ എനിക്ക് അവിടെ തുടരാൻ യാതൊരു തരത്തിലുള്ള ആഗ്രഹവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്ന ഏതാണ്ട് വലിയ ലക്ഷ്യത്തിനാണ്. എനിക്ക് MLA ആകാനും മന്ത്രി ആകാനൊന്നുമില്ല. പക്ഷേ ഞാൻ അഭിമാനിയായതുകൊണ്ട് ഞാൻ ഇറങ്ങേണ്ടി വന്നു. അപമാനിതനായി തുടരാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. നിങ്ങൾക്കറിയാം, ആദ്യകാലം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആശുപത്രി വികസന സമിതിയിൽ എന്നെ വെച്ചിട്ട് അത് ജോസഫ് സാറിനെ ഭീഷണിപ്പെടുത്തി വെട്ടിമാറ്റിയ ആളാണ് മിസ്റ്റർ മോൻസ് ജോസഫ്. ഞാൻ അതിന് കംപ്ലൈന്റ് പറഞ്ഞില്ലല്ലോ. UDF ചെയർമാൻ സാറെ എടുത്തുകൊണ്ട് പോയി. ഞാൻ കംപ്ലൈന്റ് പറഞ്ഞില്ല. അല്ല, മാണി ഗ്രൂപ്പ് വിട്ടവർ അങ്ങോട്ട് മടങ്ങി വരണമെന്ന് റോഷിയും ജോസ് കെ മാണിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. റോഷി മാത്രമല്ലല്ലോ, ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നെ സ്വാഗതം ചെയ്തു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇപ്പോൾ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാനിപ്പോൾ ഈ തീരുമാനമെടുത്തത്, ഇന്ന് UDF നേതാക്കന്മാർ എല്ലാവരും ഈ വിഷയം അറിയണം. ഇവിടുത്തെ ജനങ്ങൾ അറിയണം ഇതെന്തുകൊണ്ട് ഞാൻ എടുത്തു. ചിലർ പറയുന്നു വൻ സാമ്പത്തിക ലാഭമുള്ളത് കൊണ്ട് എടുത്ത്. ചിലർ പറയുന്നത് ആയിക്കോട്ടെ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും അവഗണനകളെല്ലാം നേരിട്ടിട്ടും
മോൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവ് പലവട്ടം അനാവശ്യമായി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇതൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സത്യത്തിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുന്നില്ല. അദ്ദേഹം മോൻസ് ജോസഫ് എന്ന് പറയുന്ന ഇയാളെ വളരെ ഭയമാണ്. എന്നെ വിളിച്ചിരുത്തി, മോൻസിനെ വിളിച്ചിരുത്തി, മോൻസെ എന്താ വിഷയം, ഇതിങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും ജോസഫ് സാറിന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് പണ്ടേ നിയന്ത്രിക്കപ്പെട്ടേനെ. ഇവിടെ UDF തിരിച്ചു വന്നാൽ എടുക്കുമെന്നും അല്ല, എനിക്ക് തിരിച്ചു വന്നാൽ എടുക്കുമെന്ന് അന്നേരം മുതൽ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെല്ലുന്നില്ലല്ലോ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജോസഫ് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പണക്കമില്ല. പക്ഷെ ജോസഫ് സാറിന് ഇയാളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ജോസഫ് സാർ ഈ പാർട്ടിയിൽ ഇയാളെ നിയന്ത്രിച്ചാൽ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഈ പാർട്ടിയിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരും. ഇന്നലെ എടുത്തുകൊണ്ട് പോയി ചിത്രം എൻ്റെ വീട്ടിൽ നിന്ന് ചിത്രമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പണം മുടക്കി വാങ്ങിച്ച ചിത്രമാണ്. അത് പാർട്ടി ഓഫീസിൽ മാണിസാറിൻ്റെ ഒരു ചടങ്ങ് വന്നപ്പോൾ ഇവിടെ കൊണ്ടുപോയി വെച്ചതേ ഉള്ളൂ. അത് ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോകാനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്ന ബോർഡിലുണ്ടായിരുന്ന CF സാറിൻ്റെയും മാണിസാറിൻ്റെയും ചിത്രം പണ്ടേ എടുത്തു കളഞ്ഞു. അവിടെ ഞാൻ വെച്ചിരുന്ന പടം അപ്പം അവിടെ ഇരിക്കുകയായിരുന്നു. അത് ചുക്കി പിടിച്ച് അവിടെ സൈഡിൽ ഇരിക്കുമായിരുന്നു. അല്ലാതെ അവിടെ തൂക്കിയിട്ടിരുന്നല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എവിടെയാണ് ഞാൻ എടുത്ത് പാല എൻ്റെ കണ്ടാണോ? ഞാൻ ആ പെരയ്ക്കകത്ത് മുറിക്കകത്ത് കയറിയാൽ നിലത്തിരുന്ന സാധനം എടുത്ത്